ഈ വഹാബിസത്തിന്റെ സലഫിസത്തിന്റെ ആശയങ്ങൾ എത്ര രാജ്യങ്ങളിലാണ് വലിയ വലിയ ഭിന്നിപ്പുകൾ ഉണ്ടാക്കിയത്, ഛിദ്രതയുണ്ടാക്കിയത്. ഒരുപക്ഷേ സമസ്ത എന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഊർജ്ജസ്വലമായ മുന്നേറ്റവും പ്രതിരോധവും ഇല്ലായിരുന്നുവെങ്കിൽ അവരുടെ ഈ ആശയങ്ങളെ കേരളത്തിൽ അവർ നടപ്പിലാക്കാൻ ശ്രമിക്കില്ലെന്ന് നമുക്ക് പറയാനാവില്ല. ഓർത്തു നോക്കണം നിങ്ങൾ. എന്നിട്ട് പോലും ഇന്ത്യയുടെ ഭരണഘടനയെ വെല്ലുവിളിച്ച് ഈ വഹാബിസത്തിൽ ആകൃഷ്ടരായി അതുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ സ്വീകരിച്ച ആളുകൾ ഈ കേരളത്തിൽ നിന്ന് ഹിജറ പോകുവാൻ തയ്യാറായില്ലേ? ദമ്മാജിലേക്ക് പോകണം. കേരളം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു നാടല്ല. ഇന്ത്യ അങ്ങനെ ഒരു പശ്ചാത്തലമുള്ള രാജ്യമല്ല. നമ്മൾ ഈ നാട്ടിൽ നിന്ന് ഹിജറ പോകണം. ആടുമേക്കാൻ ഹിജറ പോയ ആളുകൾ, ഐസിസിൽ ചേർന്ന് രക്തസാക്ഷിത്വം വരിക്കാൻ കൊതിച്ച് അങ്ങോട്ട് പോയി കൊല്ലപ്പെട്ട ആളുകൾ, ഐസിസിൽ ചേർന്ന ആളുകൾ, ഒരുപക്ഷെ ഇത്തരം ഒരു വേദിയിൽ നിന്ന് മുസ്ലിം സമൂഹത്തിന്റെ ഭാഗമായി സ്വയം പറയുന്ന ആളുകളെ സംബന്ധിച്ച് അങ്ങനെ പറയുന്ന കാര്യത്തിൽ നമുക്ക് വിഷമമുണ്ടെങ്കിലും എന്താണ് ഇത്തരം ആശയങ്ങളെ സ്വീകരിച്ച ആളുകളുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലുമുള്ള അവരുടെ ചിന്തകൾ എന്നതിന് നാം കാണുന്ന ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യമാണ്. അതാണ് ഇവരുടെ സലഫിസത്തിന്റെ ആദർശങ്ങളെ സ്വീകരിച്ചതിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സമസ്തയുടെ നേതൃത്വം മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരായി, അവരുടെ ആശയങ്ങൾക്കെതിരായി, ആദർശങ്ങൾക്കെതിരായി പ്രസംഗങ്ങളിലൂടെ, എഴുത്തുകളിലൂടെ, സമ്മേളനങ്ങളിലൂടെ വിപ്ലവാത്മകമായ മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പല രൂപത്തിലും ഈ കേരളത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെ വികലമാക്കുന്ന സംഘ സംവിധാനങ്ങൾ വന്നു. ഒന്നിനെയും സമസ്ത തിരിച്ചറിയാതിരുന്നില്ല. എല്ലാവരുടെയും ആശയങ്ങളെ സമസ്ത നേരിട്ടു, ജനങ്ങളെ ബോധ്യപ്പെടുത്തി. അതിലൊന്നായിരുന്നു ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടായ പരിണാമം പോലെ ഒരുപക്ഷെ ഏറ്റവും വലിയ പരിണാമമായി പറയുന്നത് മനുഷ്യനുണ്ടായ പരിണാമത്തെ കുറിച്ചാണ്. നമ്മളുടെ വിശ്വാസമല്ല, പക്ഷെ ആ പരിണാമം ശാസ്ത്രീയമായിട്ട് പറയുന്ന ആളുകൾ പറയുന്ന ഏറ്റവും വലിയ പരിണാമം മനുഷ്യന്മാർ കുരങ്ങിൽ നിന്ന് രൂപാന്തരപ്പെട്ട പരിണാമമാണ്. എന്നാൽ അതിനേക്കാളും വലിയ ഒരു പരിണാമവാദികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അതുണ്ടായ കാലഘട്ടം മുതൽ ഇന്ന് വരെ അവർക്കിടയിൽ നടന്ന പരിണാമത്തെ സംബന്ധിച്ചൊരു പഠനം നടത്തുകയാണ് എങ്കിൽ ഇത്രയധികം പരിണാമമുണ്ടായ, ഇത്രയധികം രൂപമാറ്റമുണ്ടായ അവർ പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പേരിട്ട് വിളിക്കുന്ന ഒരു സംഘത്തെ അല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല. ഇവരുടെ ഏറ്റവും വലിയ ശ്രമം മുസ്ലിം സമൂഹത്തിനിടയിൽ ഛിദ്രതയുണ്ടാക്കുക, ഐക്യത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുക. എന്നിട്ട് അവർ ചിന്തിക്കുന്ന അബുൽ അഅ്ല മൗദൂദി സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞ ചില ആശയങ്ങളും കാര്യങ്ങളുമുണ്ട്. അതിലേക്ക് പതുക്കെ പതുക്കെ ജനങ്ങളെ എത്തിക്കുക. അവര് പറയും എങ്ങനെയാണ് ഇസ്ലാമിക പ്രബോധനം നടത്തേണ്ടത്. അത് സ്വീകരിച്ചവൻ രക്ഷപ്പെട്ടു. അത് സ്വീകരിച്ചവരെല്ലാം കൊള്ളുന്ന ആളുകൾ. അവര് പറയും എങ്ങനെയാണ് രാഷ്ട്രീയ സമരങ്ങൾ നടത്തേണ്ടത്, എങ്ങനെയാണ് മുസ്ലിങ്ങൾ പൊതുസമൂഹത്തിൽ കാര്യങ്ങൾ അനുവർത്തിക്കേണ്ടത്. ജമാഅത്തെ ഇസ്ലാമി പറയുന്ന കാര്യങ്ങളുടെ അടിയിൽ വരയിട്ട് കൊടുത്താൽ അവരെല്ലാം തികഞ്ഞ ആളുകൾ. അതിന് ഒരു ഘട്ടത്തിൽ പോലും വഴങ്ങാൻ തയ്യാറാകാത്ത പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ളത് കൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഏതെങ്കിലും രീതിയിൽ തളർത്തുവാനുള്ള ശ്രമം ജമാഅത്തെ ഇസ്ലാമിയുടെ ആവിർഭാവ കാലം മുതൽ ഉണ്ടായിട്ടുണ്ട്. മാധ്യമം എന്ന പത്രം ആരംഭിച്ചത് മുതൽ, മീഡിയ വൺ എന്ന ചാനൽ ആരംഭിച്ചത് മുതൽ അവരുടെ ഏറ്റവും കഠിനമായ ശ്രമത്തിന്റെ ഭാഗം മുസ്ലിം സമൂഹത്തിലെ ഈ സംഘ സംവിധാനങ്ങൾക്കിടയിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് കയറിക്കൂടാൻ കഴിയോ, എങ്ങനെയെങ്കിലും വിള്ളലുകൾ ഉണ്ടാക്കാൻ കഴിയോ? അതുകൊണ്ട് ഏതെങ്കിലും അപസ്വരങ്ങൾ ഉണ്ടായാൽ ആ സ്വരങ്ങളെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്ത് അതിനെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ വല്ലാതെ വ്യാപിപ്പിച്ച് ഇത് കണ്ട് കൈകൊട്ടി പൊട്ടിച്ചിരിക്കുന്ന ഒരു തരം സ്വഭാവം ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ചെയ്യുമ്പോ അതിലൊരിക്കലും അവർ വിജയിച്ചുവെന്ന് പറയിപ്പിക്കുവാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാർ തയ്യാറാവുകയില്ല. ഓർത്തു നോക്കൂ നിങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് 950കളുടെ പ്രാരംഭത്തിൽ തന്നെ സമസ്ത വാർഷിക സമ്മേളനം നടത്തി തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്ന് മഹാനായ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ
വളരെ കൃത്യമായി വളാഞ്ചേരിയിൽ നടന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനത്തിൽ വെച്ച് കൃത്യമായി പറഞ്ഞ കാര്യം, ഇവർ മതത്തിന്റെ വേഷം കെട്ടിയ രാഷ്ട്രീയക്കാരാണ് എന്നുള്ളതാണ്. കാരണം അബുൽ അഅല മൗദൂദിയുടെ ആശയം അതായിരുന്നു. അബുൽ അഅല മൗദൂദി ഇസ്ലാമിന് വേണ്ടി പ്രയത്നിക്കുവാനല്ല ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയത്. ജമാഅത്തെ ഇസ്ലാമി പരാജയപ്പെട്ടു പോയത് കൊണ്ടാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ഒരു പ്രസ്ഥാനം പോലെ ഇങ്ങനെ നിൽക്കുന്നത്, ഒരു പ്രസ്ഥാനമായി, ഒരു സംഘടനയായി, കേവലം ഒരു സംഘടനയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. രാഷ്ട്രീയത്തിൽ പലതും പയറ്റാൻ ശ്രമിച്ചിട്ടും അവർ വിജയിക്കാതിരിക്കുന്നത്. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ രീതി എന്താണ്? പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ രീതി എന്താണ്? അവിടെയൊക്കെ അബുൽ അഅല മൗദൂദി അതിന്റെ രൂപീകരണ കാലം മുതൽ പറഞ്ഞ കാര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞത്, അബുൽ അഅല മൗദൂദി ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന ഈ സംഘടനയ്ക്ക് രൂപവൽക്കരണം നടത്തിയിട്ട് പറഞ്ഞ ഒരു കാര്യം, പാരമ്പര്യ ഇസ്ലാമാകുന്ന ഈ മാലയെ ഞാനിതാ എന്റെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെറിയാണ്. എന്നിട്ട് അദ്ദേഹം ദീനിന് ചില വ്യാഖ്യാനങ്ങൾ നൽകി. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, ദീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഒരു സംവിധാനമല്ല. ദീൻ എന്ന് പറഞ്ഞാൽ അത് രാജ്യമാണ്, സ്റ്റേറ്റ് ആണ് എന്നുള്ളതാണ്. രാജ്യത്തിന് ഒരു ഭരണഘടന ഉണ്ടാവും, അത് ഇസ്ലാമിന്റെ ശരീഅത്താണ്. ഇസ്ലാമിലുള്ള ഇബാദത്ത്, ആ നിയമങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം നിസ്കാരത്തെയും നോമ്പിനെയും ഹജ്ജിനെയൊക്കെ കുറിച്ച് പറയുന്നത്, മുസ്ലിങ്ങൾ അവരുടെ രാജ്യ സംരക്ഷണത്തിന് ആവശ്യമായ സൈനിക പരിശീലനം നടത്തുന്ന രൂപവും രീതിയുമൊക്കെയാണ് ഈ ആരാധനാ കർമ്മങ്ങൾ എന്നുള്ളതാണ് അബുൽ അഅല മൗദൂദി പറയുകയുണ്ടായി. ഇത് സ്വീകരിച്ച ചില ആളുകൾ ഇന്ന് നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, അബുൽ അഅല മൗദൂദിയും അദ്ദേഹത്തിന്റെ അനുയായികളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്ക് വഹിച്ചിട്ടുണ്ടോ? പങ്കുവഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ഇന്ത്യയുടെ പൊതു രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക്, അന്നത്തെ മുന്നേറ്റങ്ങൾക്ക് എതിര് നിന്ന ഒരു വ്യക്തിയായിരുന്നുവെന്ന് ഇന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാർ മറച്ചു വെക്കുന്നുണ്ടല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ഈ കഴിഞ്ഞ ദിവസം പോലും അബുൽ അഅല മൗദൂദിയുടെ, അവരുടെ തലതൊട്ടപ്പനായ സ്ഥാപകനായ വ്യക്തിയുടെ ഏറ്റവും വലിയ ആശയത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് തന്റെ പ്രസ്ഥാനത്തെ ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഞങ്ങൾ മൗദൂദിയുടെ മതരാഷ്ട്രവാദത്തെ പൂർണ്ണമായിട്ടും എതിർക്കുന്നുവെന്ന്. ഇവരത് ചെയ്തിട്ടുണ്ടോ? ഏതെല്ലാം തരത്തിലുള്ള കാപട്യങ്ങളാണ് ഇവർ ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും മുസ്ലിം സമൂഹത്തിൽ ഒരുമയുണ്ടാക്കുന്ന ഇടങ്ങളിലെല്ലാം ഭിന്നിപ്പുണ്ടാക്കി. മുസ്ലിം സമൂഹത്തിന്റെ രാഷ്ട്രീയ സംവിധാനങ്ങൾ, ന്യൂനപക്ഷ രാഷ്ട്രീയ സംവിധാനങ്ങൾ, കേരളത്തിലെ മുസ്ലിങ്ങളിലെ വലിയ ഒരു ശതമാനം ചേർന്ന് നിന്ന് രാജ്യത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട രാഷ്ട്രീയ സംവിധാനങ്ങളെ എങ്ങനെ തകർക്കാൻ ശ്രമിക്കാൻ കഴിയും? ശ്രമിച്ചിട്ടില്ല ഇവർ. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. 1990 കലുഷിതമായ സാഹചര്യത്തിലാണ് അബ്ദുൽ നാസർ മഅദനി RSSനെതിരായി ISS എന്ന ഒരു സംഘടനയുമായി രംഗത്ത് വരുന്നത്. അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ട ആളുകളൊക്കെ ഒരുമിച്ച് കൂടി. അങ്ങനെ അതിൽ നിന്ന് ഉന്നീതമായ ഒരു ചിന്താധാരയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ISS ഉണ്ടാക്കി. ചരിത്രം പഠിച്ചു നോക്കൂ. ഈ ISSന് ആളും അർത്ഥവും മാധ്യമ പിന്തുണയും നൽകിയിട്ട് അതിനെ ഉയർത്താൻ ശ്രമിച്ചവരാരാണ്? ഓ അബ്ദുള്ള എന്ന പഴയും ഇന്നും ജമാഅത്ത് ഇസ്ലാമിക്കാരനായി അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ആ കാര്യങ്ങൾ കൃത്യമായി വിവരിക്കുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ കൊടുത്തത്, ജമാഅത്തെ ഇസ്ലാമി അതിന്റെ മാർഗദർശനം നൽകിയത്, മഅദനിയെ ഏറ്റെടുത്ത് മഅദനിക്ക് ആവശ്യമായ, നമ്മൾ അതിന്റെ ശരിയും തെറ്റും പറയുകയല്ല, പക്ഷേ ഈ ISS എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ആശയങ്ങൾ ശരിയല്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം തന്നെ അത് പിരിച്ചുവിട്ടു. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ പറയുന്നത്. ഒരു ഘട്ടത്തിൽ ഇദ്ദേഹത്തിന് തന്നെ ഇത് മടുത്തിട്ട് അബ്ദുള്ള പറയുന്നുണ്ട്, അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ കോഴിക്കോട്ടുള്ള നേതാക്കന്മാരുമായിട്ടൊരു ചർച്ച നടത്താൻ വേണ്ടി വന്നു. മഅദനി മരിച്ചുപോയ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായിരുന്ന സിദ്ദീഖ് ഹസൻ സാഹിബ്, ടി.കെ. അബ്ദുള്ള മൗലവി തുടങ്ങിയ ആളുകളൊക്കെ ഉള്ള ഒരു ചർച്ച. ആ ചർച്ചയിൽ മഅദനി പറയുന്നു, ഞാൻ ഈ കാര്യങ്ങളൊക്കെ മടുത്ത് ഞാൻ ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും പോവുകയാണ്. അപ്പൊ അവര് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ പോകുന്നത്, എവിടേക്കാണ് പോകുന്നത്? അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഗൾഫിലേക്ക് പോവുകയാണ്. കാരണം ഞാൻ ആകെ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. അബ്ദുള്ളയുടെ പുസ്തകത്തിൽ പറയുന്ന കാര്യമാണോ അബ്ദുള്ളയുടെ? അദ്ദേഹം പറഞ്ഞു, എത്ര കൊല്ലത്തേക്കാണ്? ഒരു 3 കൊല്ലത്തേക്കെങ്കിലും ചുരുങ്ങിയത്.
അവര് പറഞ്ഞു അത് ശരിയാവൂല, നിങ്ങൾ പോവാൻ പാടില്ല, നിങ്ങളെ ഈ സമൂഹത്തിന് ആവശ്യമുണ്ട്, വേണമെങ്കിൽ ഒരു 3 മാസത്തേക്ക് നിങ്ങൾക്ക് അവധി നൽകാം എന്ന് പറഞ്ഞ് ഞാൻ ഈ പറഞ്ഞ വ്യക്തിയെ എല്ലാ തരത്തിലും പ്രോത്സാഹിപ്പിച്ചും പിന്തുണച്ചും അതിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്തും ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചത് എന്ത് കാര്യത്തിലായിരുന്നു? ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയാണല്ലോ RSSനെതിരായി എല്ലാ തരത്തിലും പ്രചാരണം നടത്താൻ ഞങ്ങളാണ് മുന്നിൽ നിന്നത് എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ അബുൽ അല മൗദൂദിക്കും അനുയായികൾക്കും ഈ പറയുന്ന സംഘപരിവാർ ശക്തികൾക്കെതിരായി ഒരു ചെറുവിരൽ അനക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, ഈ അടുത്ത് 2023 ജനുവരി 14 ഡൽഹിയിൽ RSSുമായിട്ട് അവരുടെ നേതാക്കളുമായിട്ട് ജമാഅത്തെ ഇസ്ലാമി ചർച്ച നടത്തിയത് മാധ്യമവും മീഡിയ വണ്ണുമല്ലാത്ത എല്ലാ പത്രങ്ങളിലും വലിയ വാർത്തയായിരുന്നു. അപ്പൊ അതിനവർ ന്യായീകരണം കണ്ടെത്തും, പിന്നീട് അവർ വാർത്തയാക്കിയത്. അപ്പൊ നമ്മൾ പറയുന്ന കാര്യം എന്താണ്? ഇത് ഇവരുടെ കേവലമായ ഒരു അജണ്ടയല്ല. 1977 ഇന്ത്യ രാജ്യത്ത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കൾ ജയിലിലടക്കപ്പെട്ടു, RSSകാരും ജയിലിലടക്കപ്പെട്ടു. അവരൊരുമിച്ച് ജയിലുകളിൽ താമസിച്ചു. ജയിലുകളിൽ താമസിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെട്ട് അവർ RSSകാർ അവരുടെ ആശയം, ജമാഅത്ത് ഇസ്ലാമിക്കാർ അവരുടെ ആശയം എല്ലാം അവർ പറഞ്ഞ് 1978 ജനുവരിയിൽ പ്രബോധനത്തിൽ പിന്നീട് ഈ 2 കൂട്ടരും നടത്തിയ ഒരു ചർച്ച പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൽ പറയുന്ന കാര്യം എന്താണ്? 3 കാര്യങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാകും എന്നുള്ളതാണ് അവരുടെ ആശയം. അതിലൊന്ന്, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ RSSൽ ചേർക്കുക. ജമാഅത്ത് ഇസ്ലാമിക്കാരന്റെ കാപട്യം RSSൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ചേർക്കുക. അതുപോലെ തന്നെ ജനസേവന രംഗത്ത് RSSും ഇന്ത്യയിലെ മുസ്ലിങ്ങളും, ജമാഅത്ത് ഇസ്ലാമിയല്ല, സംയുക്ത സംരംഭങ്ങൾ തുടങ്ങുക. മൂന്നാമത്തേത്, RSSനെ സംബന്ധിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ കുറെ തെറ്റിദ്ധാരണയുണ്ട്, ന്യൂനപക്ഷങ്ങൾക്കിടയിൽ. ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് അങ്ങോട്ടും തെറ്റിദ്ധാരണയുണ്ട്. ഇത് 2 തെറ്റിദ്ധാരണകളും തീർക്കാൻ രണ്ടിന്റെയും പ്രവർത്തകന്മാരും നേതാക്കളും ഒരുമിച്ചിറങ്ങുക. അന്ന് ഇവരുടെ ഈ മോശമായ അജണ്ട, ഇവരുടെ ഈ വൃത്തികെട്ട താല്പര്യങ്ങൾ കേരളത്തിൽ ഒട്ടനേകം നേതാക്കൾ തിരിച്ചറിഞ്ഞു. അന്നാണ് മഹാനായ CH മുഹമ്മദ് കോയ എഴുതുകയും പറയുകയും ചെയ്തത്, കടലിൽ മുസല്ലയിട്ട് നിസ്കരിച്ചാലും RSSനെ വിശ്വസിക്കുവാൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ കിട്ടുകയില്ല. സമസ്തയുടെ നേതാക്കളും ഈ ആശയത്തെ സ്വീകരിച്ചു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ബിദ്അഈ ആശയ വൈകല്യങ്ങളിൽ ഒരിക്കലും ഏതെങ്കിലും രീതിയിൽ അതിനോട് സമരസപ്പെടുകയോ താദാത്മ്യം ചെയ്യപ്പെടുകയോ ചെയ്യുന്ന ഒരു രീതി ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കാൻ കഴിയില്ലല്ലോ, അത് പാടില്ലല്ലോ. ഏത് കാലഘട്ടത്തിലും കാലം പുരോഗമിച്ചു, മുന്നോട്ട് പോയി എന്നൊക്കെ പറയുമ്പോഴും ഈ ആദർശത്തെ കോട്ടകെട്ടി ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഈ നാടിന് സമ്മാനിച്ച സമസ്ത എന്ന ഈ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെയും ദർശനങ്ങളെയും ഏത് ഘട്ടത്തിലും ശക്തമായി പിന്തുണച്ച് ഈ ആദർശ പ്രതിബദ്ധതയോടെ നാം ഓരോരുത്തരും മുന്നോട്ട് പോകും. SKSSF പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. ആ മുന്നേറ്റത്തിന്റെ കൂടെ നിൽക്കുവാൻ സമസ്തയുടെ മുഴുവൻ പ്രവർത്തകന്മാരോടും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.